എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അത്താഴത്തിന് കഴിക്കാനായിട്ട് 2 മുട്ടയും 2 പീസ് ബ്രെഡും വെച്ചിട്ട് നമുക്ക് ഒരു വിഭവം ഉണ്ടാക്കാം. മുട്ട, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഉള്ളി അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബ്രെഡ് ഇതേപോലെ ചെറിയ പീസുകളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ ബട്ടറോ എന്തായാലും മതി. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡ് പീസുകളുണ്ടല്ലോ, ബ്രെഡ് പീസുകൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡ് പീസുകളൊക്കെ വെച്ച് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം. കൈയൊന്നും പൊള്ളില്ല. ഇതേപോലെ അമർത്തിയപ്പോൾ മുട്ടയമ്മ ഒട്ടി പിടിച്ചിരിക്കും. ഇനി പുറം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെന്ത് വരട്ടെ. മറുപുറം വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറുപുറം വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പൊട്ടാതെ നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ പൊട്ടാതെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ഇനി ഇത് ചെറുതീയിൽ കിടന്നിട്ട് ഇതിൻ്റെ അടി മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്ക് സൈഡിൽ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി അത് മുരിഞ്ഞ് വരട്ടെ. അപ്പുറം ശരിയായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ബ്രെഡൊക്കെ നല്ലോണം നെയ്യ് ഒഴിച്ചപ്പോൾ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ അത്താഴം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതേപോലെ ബ്രെഡ് മുരിഞ്ഞ് കിട്ടുന്ന ബ്രെഡൊക്കെ വെച്ചിട്ട് ബ്രെഡ് ഇതേപോലെ നെയ്യ് ഒഴിച്ച് മുരിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.